ശരി. ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കുന്നു. ഏറെ നേരത്തെ ഏതാണ്ട് 2.5 മണിക്കൂറോളമായി കുടുങ്ങിക്കിടന്ന ആളുകളെയാണ് ഇപ്പോൾ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ആനച്ചാലിൽ ഉണ്ടായിരുന്നത്. സ്കൈ ഡൈനിങ്ങിനിടയിലാണ് 5ഓളം ആളുകൾ അതിന് മുകളിൽ കുടുങ്ങിപ്പോയത്. പ്രവർത്തനരഹിതമാവുകയും ആളുകൾ അവിടെ കുടുങ്ങുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും ചേർന്ന് ആളുകളെ താഴെ ഇറക്കാനുള്ള സംവിധാനം ഒരുക്കി. ഇപ്പോൾ ഇതാ താഴേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു കുടുങ്ങിയത്. വലിയ ആശങ്കയുണ്ടാക്കിയത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 2 വയസ്സ് ഉള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ത് തകരാർ സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു 2 മണിക്കൂറോളം കുടുങ്ങിപ്പോയി എന്നതൊഴിച്ചാൽ വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമാണ് ഇപ്പോൾ സമാധാനത്തിലേക്ക് ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, താഴെ ഇറക്കുന്നു, എല്ലാ സജ്ജീകരണങ്ങളും നെറ്റ് ഉൾപ്പെടെ കെട്ടി റോപ്പ് വഴിയാണ് ഇറക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും തന്നെ ആശ്വാസകരമായ സാഹചര്യം ആഷിഖിലേക്ക് വരാം. ഇപ്പോൾ ആളുകളെ റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രെയിൻ താഴേക്ക് ഇറക്കാൻ കഴിയാത്തതായിരുന്നു വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ച് ബദൽ മാർഗത്തിലൂടെ ആളുകളെ ഓരോരുത്തരെയായി താഴേക്ക് ഇറങ്ങുന്നു. എല്ലാ വിധത്തിലും അവർക്കുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. താഴെ ഫയർഫോഴ്സ് നെറ്റ് വിരിച്ചിട്ടുണ്ട്. താഴെ വീഴാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം നെറ്റൊക്കെ വിരിച്ച് സേഫാക്കി ഇവരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 5ഓളം വിനോദസഞ്ചാരികളാണ് അതിനകത്തുണ്ടായിരുന്നത്. മലപ്പുറത്തു നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ആളുകളാണ് ഇടുക്കിയിലെ ആനച്ചാലിൽ ഇത്തരത്തിൽ സ്കൈ ഡൈനിങ്ങിന്റെ താഴെ അവിടെ സ്റ്റക്കായത് എന്നാണ് അറിയുന്നത്. അതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് ഈ സ്കൈ ഡൈനിങ്ങിൽ സ്റ്റക്കായി എന്നൊക്കെയുള്ളതിന്റെ കാരണം എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ആകാശത്ത് ഏതാണ്ട് 2.5 മണിക്കൂറോളമാണ് അവർ കുടുങ്ങിക്കിടന്നത്. വലിയ ആശങ്കയുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 2 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ടായത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ് തുടർന്നോളൂ. ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുകളിൽ കുടുങ്ങിയിരുന്ന 5 പേരിൽ ഒരാളെ, ഒരു വനിതയെ താഴെ ഇറക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളതാണ്. അതീവ ദുഷ്കരമായ ദൗത്യത്തിലൂടെയാണ് 150 അടിയോളം മുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളിൽ ഒരാളെ ഫയർഫോഴ്സ് താഴേക്ക് എത്തിയത്. വിദഗ്ധനായ ഒരാളെ കയറുകെട്ടി മുകളിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിച്ച് സേഫ്റ്റി ബെൽറ്റുകൾ കടിപ്പിച്ച അതിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു വനിതയെ താഴേക്ക് കയർ കെട്ടി ഇറക്കുകയായിരുന്നു. അതീവ ദുഷ്കരമായിരുന്നു ഈ ദൗത്യമെന്ന ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതേ മാർഗത്തിൽ തന്നെ മറ്റുള്ളവരെയും താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിൽ തന്നെ ഈ കൊച്ചു കുട്ടിയടക്കമുള്ള 2 വയസ്സ് പ്രായമുള്ള കുട്ടിയടക്കമുള്ളവരെ താഴെ ഇറക്കേണ്ടത് വളരെ ദുഷ്കരമായിരിക്കും, അതീവ ശ്രമകരമായിരിക്കും. എങ്കിൽ തന്നെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് താഴെ എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ 2 ടീം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ആനച്ചാലിൽ ഉണ്ട് എന്നുള്ളതാണ്. മണിക്കൂറുകൾ നേരം ആകാശത്ത് 150ഓളം അടി ഉയരത്തിൽ കുടുങ്ങിക്കിടന്ന ആകാശ വിരുന്നിനെത്തിയ വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയത്. ഈ ആകാശ വിരുന്ന് എന്ന് പറയുന്നത് തകരാറെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രാഥമികമായ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ വിശദീകരിക്കുന്നത് ഈ യന്ത്രത്തിന്റെ ഹൈഡ്രോളിക് മെഷീനിലുണ്ടായ കംപ്ലൈന്റ് ആണ്. അത് സാധാരണയേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് ഉയർന്നതാണ് ഇത് ഈ നിലയിലുള്ള അപകടത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള വിശദീകരണമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ പറയുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം നടത്തണം എന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം ഇത്രത്തോളം അപകട സാധ്യതയുള്ള ഒരു വിനോദസഞ്ചാര ഉപാധി പ്രയോഗിക്കുമ്പോൾ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്നുള്ള ചോദ്യം ഏറ്റവും ശക്തമായി ഉയരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് മൂന്നാറിലേക്കുള്ള നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന ആനച്ചാലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്ന. മൂന്നാറിലേക്ക് എത്തുന്ന എല്ലാ വിനോദസഞ്ചാരികളും തന്നെ വലിയ കൗതുകത്തോടുകൂടി എത്തുന്ന ഒരു സ്ഥാപനമായി സ്കൈ ഡൈനിങ് ഈ സംവിധാനം മാറിയിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ വലിയ ജനപ്രീതി ഈ സ്ഥാപനത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ ഈ നിലയിൽ
ഇത് പ്രവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അടക്കം നടപടി എടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് DTPC അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നും ഉണ്ട്. ധന്യ, ഏതായാലും നിലവിൽ വലിയ ആശ്വാസകരമായ കാര്യം ഉണ്ടായിരിക്കുന്നു. ഒരാളെ താഴെ ഇറക്കാനായിരിക്കുന്നു